ഹായ്, ഒരു സൈക്കോമെട്രിക് റിപ്പോർട്ട് കിട്ടിയാൽ കരിയർ തീരുമാനിക്കാൻ പറ്റുമോ? ഉത്തരം വളരെ വ്യക്തമാണ്, ഇല്ല എന്നുള്ളത്. ഇന്ന് പലരും ഒരു ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് PDF ആയി നൽകുന്നു. അതിനുശേഷം വിദ്യാർത്ഥി വീണ്ടും ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു കരിയർ ഗൈഡൻസിന്റെ ഏറ്റവും വലിയ പിഴവ്. ഒരു പ്രൊഫഷണൽ കരിയർ ഗൈഡൻസിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ടായിരിക്കണം. ഒന്നാമതായി ഒരു സൈക്കോമെട്രിക് അസസ്മെന്റ് വേണം. രണ്ടാമതായി ആ റിപ്പോർട്ട് കൃത്യമായി ഇന്റർപ്രിട്ടേഷൻ ചെയ്യണം. മൂന്നാമതായി പേരൻസിന്റെ കൗൺസിലിംഗ് വേണം. അതിനുശേഷം കോഴ്സ് സെലക്ഷൻ വേണം. പിന്നീട് യൂണിവേഴ്സിറ്റി, കോളേജുകൾ എന്നിവ കണ്ടെത്തണം. ഇതേ കോഴ്സ് പഠിക്കാൻ പറ്റിയ വിവിധങ്ങളായ സ്റ്റഡി ഡെസ്റ്റിനേഷനുകൾ കമ്പാരിസൺ ചെയ്യണം. അവസാനമായി ഒരു ലോങ് ടേം കരിയർ റോഡ് മാപ്പ് തയ്യാറാക്കണം. ഇവയെല്ലാം ചേർന്നതാണ് വോയിസ് ഓഫ് കരിയർ ഗൈഡൻസ് പിന്തുടരുന്ന സമഗ്ര സമീപനം. ഞങ്ങളുടെ ലക്ഷ്യം ഒരു കരിയർ റിപ്പോർട്ട് നൽകുക എന്നുള്ളത് മാത്രമല്ല, ഒരു വിദ്യാർത്ഥിക്ക് കൃത്യമായിട്ടുള്ള ജീവിത ദിശ കണ്ടെത്താൻ സഹായിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു റിപ്പോർട്ടിന് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി എഴുതാനാവില്ല. പക്ഷേ ശരിയായ ഒരു മെന്റർ ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ കരിയർ വ്യക്തമായി കാണാൻ കഴിയും. നാളത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം ഒരു കരിയർ പ്ലാനിങ്ങിനിടയിൽ മാതാപിതാക്കൾ ചെയ്യുന്ന 7 വലിയ തെറ്റുകൾ ഏതൊക്കെയെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്